നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുലിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ ബി.ജെ.പി. നേതാവിന്റെ കാലിന് പരിക്കേറ്റു. ഈ ഒരു ബലാത്സംഗ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രതിഷേധവുമായി ബി.ജെ.പി. അതുപോലെ തന്നെ CPM നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു. ഇതിനിടയിലാണ് ബി.ജെ.പി. നേതാവിൻ്റെ കാലിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത്. പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാലിലാണ് ഇത്തരത്തിൽ വണ്ടി കയറി ഇറങ്ങുന്ന സാഹചര്യമുണ്ടായത്. പോലീസ് കാലിലൂടെ വണ്ടി കയറ്റിയിറക്കിയെന്നാണ് യുവമോർച്ച ആരോപിക്കുന്നത്. മാത്രമല്ല പോലീസിനെ വെല്ലുവിളിച്ചു. യുവമോർച്ച കാണിച്ചു തരാമെന്ന് വെല്ലുവിളി മുഴക്കി. അഴിമതിയില്ലാത്ത യുവ നേതാക്കളെ അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾക്ക് നേരെയാണ് പോലീസ് ഈ അക്രമം കാട്ടിയതെന്നതടക്കമുള്ള ആരോപണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ദൃശ്യങ്ങളിലേക്ക് ശക്തമായ പ്രശ്നം യുവമോർച്ച നടത്തുന്നതായിരിക്കും. ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന രഹസ്യം പുറത്തറിഞ്ഞപ്പെട്ടതിന് ബി.ജെ.പിക്ക് പറയാനുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. യുവ നേതാക്കളെ ഇറക്കിയത് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ പ്രസിഡന്റ് അനൂപ് ആന്റണി ഉൾപ്പെടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് മരുപ്രസാദ് ഉൾപ്പെടെ നിരവധി നേതാക്കളെ കേരളത്തിൽ ഞങ്ങൾ കാണിച്ച അഴിമതിയില്ലാത്ത യുവമോർച്ച പ്രവർത്തകർ നോക്കിക്കൊണ്ട് നടത്തിയ പോലീസിന്റെ നടനായിട്ടാണ് ഇത്. ഷാഫി പറമ്പിലിനെയും ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഒത്തുകളിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെയായിട്ട് MLA സ്ഥാനം രാജിവെക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഈ അവസരത്തിൽ അതേസമയം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ DYFI യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ചോദ്യം ചെയ്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴായിരുന്നു യുവജന സംഘടനകളുടെ പ്രതിഷേധം അരങ്ങേറിയത്. പോലീസ് വാഹനം വളഞ്ഞ പ്രതിഷേധക്കാർ രാഹുലിനെ കൂകി വിളിച്ചു. മുദ്രാവാക്യ വിളികളോടെയായിരുന്നു യുവജന സംഘടനാ പ്രവർത്തകരുടെ പ്രതിഷേധം. ഒന്നും രണ്ടുമല്ല, മൂന്നാമത്തെ കേസാണ്. എന്തിനാണ് ഇങ്ങനെ ഒരാളെ വെച്ച് പൊറപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കനത്ത പ്രതിഷേധത്തെ തുടർന്ന് വൻ പോലീസ് ബന്ദോബസ്തിലാണ് രാഹുലിനെ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയത്. പോലീസും പ്രതിഷേധക്കാരുമായി ഉന്തും തള്ളുമുണ്ടായി. അതേസമയം മൂന്നാം പെൺവേട്ട പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായതിനു പിന്നാലെ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബി.ജെ.പി. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ രംഗത്തെത്തി. രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസുകാരെ നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളുമില്ലേ എന്നായിരുന്നു പ്രശാന്ത് ശിവന്റെ ചോദ്യം. പ്രശാന്തിന്റെ കുറിപ്പ് ഇങ്ങനെ: കേരളം കണ്ട കൊടും ക്രിമിനലുകളിൽ ഒരാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് തെളിയിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രണയം നടിക്കുക, വിവാഹ വാഗ്ദാനം കൊടുക്കുക, കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുക, ബലാത്സംഗം ചെയ്ത് ഗർഭമുണ്ടാക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്യുക, കൊല്ലുമെന്നും മറ്റും ഭീഷണിപ്പെടുത്തുക. ഇത് ഈ ക്രിമിനലിൻ്റെ ഒരു സ്ഥിരം മോഡസ് ഓപ്പറൻഡി ആണ് എന്നാണ് വിദേശ മലയാളിയായ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടിയ പരാതിയോടെ വ്യക്തമാകുന്നത്. ഇതോടെ പുറത്തു വന്ന കേസുകളുടെ എണ്ണം 3ആയി. 3 കേസുകൾ ഇതിനകം പുറത്തു വന്ന സ്ഥിതിക്ക് എത്ര കേസുകൾ ഇനിയും പുറത്തു വരാനുണ്ടാകണം? എത്ര കേസുകൾ ഇയാൾ ഇതിനകം ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തും ഒതുക്കിയിട്ടുണ്ടാവും? മാങ്കൂട്ടം വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം. ഈ വിഷമനുഷ്യൻ പിഴപ്പിച്ച മനുഷ്യജന്മങ്ങൾ ഇനിയും ഏറെ ഉണ്ടാകും ഈ കേരളത്തിൽ എന്നത് ഉറപ്പാണ്. അവരെ കണ്ടെത്തണം, അവർക്ക് നീതി ലഭ്യമാക്കണം. അത് ഈ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്നലെ പാലക്കാട് നിന്നായിരുന്നു മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ്. നൂറണി ഗ്രാമത്തിൽ കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെയും കൗൺസിലർമാരെയും കൂടെ ജനങ്ങളെ കണ്ട് ചിരിച്ച് ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് തിരിച്ച് നഗരത്തിലെത്തി ഹോട്ടലിൽ വിശ്രമിക്കുമ്പോഴാണ് പോലീസ് വന്ന് കഥയിൽ മുട്ടിയത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് കോൺഗ്രസ് പലവട്ടം ആവർത്തിച്ച് അവകാശപ്പെട്ട ആളെയാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധിയും ചേർന്ന് നൂറണി ഗ്രാമത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ട് നടന്നത്. വാക്കിന് വ്യവസ്ഥയില്ലായ്മ എന്നത് കോൺഗ്രസുകാരുടെ ജനിതക സ്വഭാവമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസുകാരോടൊരു ചോദ്യമുണ്ട്. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളുമില്ലേ? ബലാത്സംഗത്തിന് പുറമേ നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണുള്ളത്. 3 ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളും പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ രേഖകൾ, ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള സാമ്പിൾ, സാമ്പത്തിക ചൂഷണത്തിന് മറ്റുള്ള ഡിജിറ്റൽ തെളിവുകൾ എന്നിവയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത്. അതേസമയം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന് റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താനും അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ. പ്രതി MLA ആയതിനാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ഫോണിന്റെ ലോക്കടക്കം കൈമാറാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ അറസ്റ്റിലായത്. പരാതി പുറത്തറിയാതിരിക്കാനും രാഹുൽ ഒളിവിൽ
പോവുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യാതിരിക്കാനും പോലീസ് അതീവ ജാഗ്രതയാണ് പുലർത്തിയത്. അതിനാൽ തന്നെ മൂന്നാമത്തെ കേസിൽ അതീവ രഹസ്യമായിരുന്നു പോലീസ് നടപടികൾ. 2026 ജനുവരി 11 പുലർച്ചെയോടെ പാലക്കാട്ടെ ഹോട്ടലിൽ പോലീസ് സംഘം എത്തിയപ്പോഴാണ് രാഹുൽ മൂന്നാമത്തെ കേസിനെ കുറിച്ച് അറിഞ്ഞത്. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അറസ്റ്റിന് വഴങ്ങി. പിന്നാലെ പ്രതിയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സംഘം പത്തനംതിട്ടയിലേക്ക് തിരിച്ചു. മൂന്നാമത്തെ കേസിലാണ് രാഹുൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തിരുവല്ല സ്വദേശിനിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകിയ ബലാത്സംഗം ചെയ്തെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നുള്ള പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ രാഹുൽ മങ്കുടത്തിലെ ഞായറാഴ്ച പുലർച്ചെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയാണ്. ഈ കേസിൽ രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. അതിക്രൂരമായ ബലാത്സംഗമാണ് നേരിട്ടത്, സാമ്പത്തികമായി വലിയ രീതിയിൽ ചൂഷണം ചെയ്തെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. വിവാഹബന്ധത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത്. സാമൂഹിക മാധ്യമം വഴി ചാറ്റിംഗ്. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരിട്ട് കാണാമെന്ന് രാഹുൽ പറഞ്ഞു. പുറത്തു വെച്ച് കാണാമെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ രാഹുൽ ഹോട്ടൽ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, മുഖത്തടിച്ചു, മുഖത്തേക്ക് തുപ്പി. ഇതിനുശേഷം വിവാഹം ചെയ്തോളാമെന്ന് വാഗ്ദാനം ചെയ്തു. താനുമായുള്ള ബന്ധം അകലാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. എന്നാൽ ഗർഭം ധരിച്ചപ്പോൾ രാഹുലിന്റെ സ്വഭാവം മാറി. ഗർഭത്തെ സംശയിച്ചു, മറ്റൊരാളുടെ ഗർഭമാണെന്ന് പറഞ്ഞു, പുച്ഛിച്ചു. ഗർഭം രാഹുലിനെന്നാണെന്ന് തെളിയിക്കാൻ താൻ മെഡിക്കൽ ഏജൻസിയെ സമീപിച്ചു. DNA സാമ്പിളിനായി രാഹുലിനെ സമീപിച്ചെങ്കിലും രാഹുൽ അതിന് തയ്യാറായില്ല. ഇതിനിടെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു, ഗർഭം അലസി. സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് അടുത്തിടെ രാഹുലിനെ അറിയിച്ചിരുന്നു. എന്നാൽ വലിയ ഭീഷണിയാണ് നേരിടേണ്ടി വന്നത്. തന്നെയും കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായും ചൂഷണം ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വില കൂടിയ വാച്ച്, ചെരുപ്പ്, വസ്ത്രങ്ങൾ വാങ്ങാൻ പണം ആവശ്യപ്പെട്ടു. ചെരുപ്പിന് 10,000 രൂപ വരെയാണ് നൽകിയതെന്നും പരാതിക്കാരിയുടെ ആരോപണം. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 3 ബലാത്സംഗ കേസുകളും പരാതി പ്രകാരം രാഹുൽ അതിജീവിതമാരെ ചൂഷണം ചെയ്തത് ഒരേ രീതിയിലാണ്. ഒരേ രീതിയിൽ ഇവരുമായി അടുപ്പം സ്ഥാപിക്കുകയും കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് 3 പരാതികളിലും പറയുന്നത്. രണ്ടാമത്തെ കേസിലൊഴികെ ബാക്കി 2 കേസുകളും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്ന ആരോപണവും രാഹുലിനെതിരെയുണ്ട്. അതിനിടെയാണ് വളരെ ഇടുത്തിയായി മൂന്നാമത്തെ കേസ് വരുന്നത്. 2 ബലാത്സംഗ കേസുകളിൽ കോടതികളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നേടി പൊതുപരിപാടികളടക്കം വീണ്ടും സജീവമാകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പരാതി എത്തിയത്. വിദേശത്തുള്ള തിരുവല്ല സ്വദേശിനിയാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരി. ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രിക്കാണ് യുവതിയും ഇമെയിൽ മുഖേന പരാതി നൽകിയത്. ശബ്ദശകലങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. പോലീസിന് പരാതി കൈമാറിയതോടെ SIT അന്വേഷണ ഉദ്യോഗസ്ഥ G. പൂങ്കുഴലി IPS വീഡിയോ കോൺഫറൻസ് വഴി പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. 2025 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ആദ്യം ഉയർന്നു വന്നത്. രാഹുൽ ബലാത്സംഗം ചെയ്തെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുമായിരുന്നു ആരോപണം. രാഹുലിനെതിരായ ചില ശബ്ദശകലങ്ങളും ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ട ചില യുവതികളും രാഹുലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ശബ്ദശകലങ്ങൾ പ്രചരിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ ആരും പരാതി നൽകിയില്ല. എന്നാൽ മറ്റു ചിലർ നൽകിയ പരാതിയിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് രാഹുലിനെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ പരാതിക്കാർ നേരിട്ട് മൊഴി നൽകാത്തതിനാൽ കേസ് അന്വേഷണം വഴിമുട്ടി. ഇതേസമയം ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് രാഹുലും പ്രതികരിച്ചു. എന്നാൽ 2025 നവംബർ 27 രാഹുലിന്റെ ജീവിതത്തെ തന്നെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ജീവിതത്തെ തന്നെ വലിയ രീതിയിൽ ബാധിച്ച സംഭവം ഉണ്ടാകുന്നത്. 2025 നവംബർ 27 പീഡനത്തിനിരയായ യുവതികളിൽ ഒരാൾ രാഹുലിനെതിരെ ആദ്യമായി രേഖാമൂലം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇതോടെ കാര്യങ്ങൾ മറിയുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയായിരുന്നു ആദ്യത്തെ പരാതിക്കാരി ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള പരാതി നൽകിയത്. പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഒളിവിൽ പോകുന്നു, ഒളിവിലിരുന്ന് ജാമ്യത്തിന് ശ്രമിക്കുന്നു, ഇതിനിടയിൽ നോട്ട് അറസ്റ്റ് വരുന്നു. അങ്ങനെ മുൻകൂർ ജാമ്യം ആ ഒരു സാഹചര്യമൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് രാഹുൽ വീണ്ടും പുറത്തേക്ക് വരുന്നത്. വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്ത് മണ്ഡലത്തിൽ പതുക്കെ സജീവമാകുന്നതിനിടയിലാണ് മൂന്നാമത്തെ കേസ് ഇടുത്തിയായി വരുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.